എം.ടി എന്ന അതുല്യ കലാകാരൻ 91 വയസ്സിൽ ഓർമ്മയായിരിക്കുന്നു. കാറ്റത്തൊരു തിരിനാളം അണഞ്ഞു പോകുന്നത് പോലെ മരിക്കുവാനാണ് എനിക്കാഗ്രഹം. മരണമെന്ന സത്യത്തെക്കുറിച്ച് എം ടി വാസുദേവൻ നായരുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് എം ടിയുടെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുക. എം ടിയുടെ സംസ്കാരം നടക്കുന്നത് മാവൂർ റോഡിലെ സ്മൃതിപഥം എന്ന് പേരിട്ട് പുതുക്കി പണിതിരിക്കുന്ന പൊതു ശ്മശാനത്തിലാണ്. ഈ ഒരു ശ്മശാനം പുതുക്കി പണിതിട്ട് ദിവസങ്ങൾ മാത്രമേ പിന്നിടുന്നുള്ളൂ. ഇവിടെ വെച്ചുള്ള ആദ്യ സംസ്കാരം എം ടിയുടേതായിരിക്കും. എം ടിയുടെ ആഗ്രഹപ്രകാരം പൊതുദർശനം ഒഴിവാക്കിയിട്ടുണ്ട്. വാതകം ഉപയോഗിച്ച് ദഹിപ്പിക്കുന്ന 3 ചൂളകളും പരമ്പരാഗത രീതിയിൽ ദഹിപ്പിക്കുവാനുള്ള 2 ചൂളകളുമാണ് മാവൂർ റോഡ് ശ്മശാനത്തിൽ പുതിയതായി നിർമ്മിച്ചിരിക്കുന്നത്. കർമ്മങ്ങൾ ചെയ്യുവാനും ദേഹശുദ്ധി വരുത്താനുമായി പ്രത്യേക സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇതിന് സമീപം മനുഷ്യന്റെ ജനനം, ജീവിതം, മരണം എന്നിവ ചിത്രീകരിച്ചിരിക്കുന്ന ചുവർ ചിത്രങ്ങളുമുണ്ട്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു ശ്മശാനത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തികൾ നടന്നത്. അതേസമയം എം ടി വാസുദേവൻ നായരുടെ ശവസംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടത്തുവാനാണ് കേരള സർക്കാരിന്റെ തീരുമാനം. എം ടി വാസുദേവൻ നായരുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് 2 ദിവസത്തെ ദുഃഖാചരണവും കേരള സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. നിലവിൽ കോഴിക്കോടുള്ള എം ടിയുടെ സിതാര എന്ന വീട്ടിലാണ് എം ടിയുടെ ഭൗതിക ശരീരമുള്ളത്. വൈകിട്ട് 4 മണിവരെ കൊട്ടാരം റോഡിലെ വസതിയായ സിതാരയിൽ എത്തുന്നവർക്ക് മലയാള സാഹിത്യത്തിന്റെ പെരുന്തച്ഛന് അന്തിമോപചാരങ്ങൾ അർപ്പിക്കാൻ കഴിയും. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു എം ടിയുടെ വിയോഗം. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വെച്ച് ബുധനാഴ്ച രാത്രി 10 മണിക്കാണ് എം ടി മരിക്കുന്നത്. ശ്വാസതടസ്സവും ഹൃദയ സംബന്ധമായ അസുഖങ്ങളും അദ്ദേഹത്തെ ഏറെ നാളായി അലട്ടിയിരുന്നു. ഹൃദ്രോഗവും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ 11 ദിവസങ്ങളായി എം ടി വാസുദേവൻ നായർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ഇതിനു പിന്നാലെ ഹൃദയസ്തംഭനമുണ്ടായതാണ് മരണകാരണം. എം ടിയുടെ മരണസമയത്ത് മകൾ അശ്വതിയും ഭർത്താവ് ശ്രീകാന്തും കൊച്ചുമകൻ മാധവും സമീപത്ത് തന്നെയുണ്ടായിരുന്നു. ഭാര്യ സരസ്വതിയും ഇവർക്കൊപ്പം ആശുപത്രിയിലുണ്ടായിരുന്നു. മൂത്ത മകൾ സിതാര അമേരിക്കയിലാണ് കഴിയുന്നത്. എം ടിയുടെ മരണവാർത്ത അറിഞ്ഞതു മുതൽ നൂറുകണക്കിന് ആളുകൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിക്ക് മുമ്പിൽ ഇന്നലെ ഒഴുകിയെത്തിയിരുന്നു. മന്ത്രിമാരായ എ കെ ശശീന്ദ്രൻ, വി അബ്ദുറഹ്മാൻ, ഷാഫി പറമ്പിൽ എം പി, CPM നേതാവ് എം സ്വരാജ്, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, MN കാരശ്ശേരി തുടങ്ങിയവരും ആശുപത്രിയിലും വീട്ടിലുമെത്തി അന്തിമോപചാരം അർപ്പിച്ചിരിക്കുന്നു. മരണവിവരം അറിഞ്ഞ് കോഴിക്കോട്ടെ സിതാരയിലേക്ക് ആദ്യം ഓടിയെത്തിയവരിൽ നടൻ മോഹൻലാലുമുണ്ട്. മലയാള സാഹിത്യ ലോകത്തെയും സിനിമാ രംഗത്തെയും സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെയും പ്രമുഖരും എം ടി ഒരു നോക്കു കാണുവാൻ അദ്ദേഹത്തിന്റെ സിതാര എന്ന വീട്ടിലേക്ക് എത്തുകയാണ്. അതേസമയം പ്രിയപ്പെട്ട ഗുരുവിനെ അവസാനമായി ഒന്ന് കാണാൻ മെഗാസ്റ്റാർ മമ്മൂട്ടിയും കുടുംബവും എത്തുകയില്ലേ എന്ന ചോദ്യവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടി ഉയർന്നു വരുന്നുണ്ട്. കാരണം എന്തെന്നാൽ ഇക്കഴിഞ്ഞ 2 ദിവസങ്ങളായി മമ്മൂട്ടിയുടെ ഫാൻ പേജുകളിൽ പ്രത്യക്ഷപ്പെടുന്ന ഫോട്ടോകളിൽ നിന്നും നടൻ അസർബൈജാനിലാണ് ഉള്ളതെന്നാണ് വ്യക്തമാകുന്നത്. ഇത്തവണ ക്രിസ്മസ് ആഘോഷിച്ചത് മമ്മൂട്ടി അസർബൈജാനിൽ തന്നെയായിരുന്നു. ഇദ്ദേഹം എം ടിയെ കാണാൻ എത്തുമോ എന്ന് കാത്തിരിക്കുകയാണ് ആരാധകരും സിനിമാ പ്രേക്ഷകരുമൊക്കെ. അതേസമയം തന്റെ മരണാനന്തര ചടങ്ങുകൾ എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച് നിർദ്ദേശം എം ടി നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചടങ്ങുകളൊക്കെ തന്നെ നിശ്ചയിച്ചിരിക്കുന്നത്. വിലാപയാത്ര, വീടിന് പുറത്തു വെച്ചുള്ള പൊതുദർശനങ്ങൾ എന്നിവ പാടില്ല എന്ന് എം ടി നിർദ്ദേശിച്ചിരുന്നു എന്നാണ് സൂചന. തന്റെ മൃതദേഹം എവിടെയും പൊതുദർശനത്തിന് വെക്കരുതെന്നും വിലാപയാത്ര പാടില്ല എന്നും എം ടി വാസുദേവൻ നായർ നേരത്തെ തന്നെ മക്കളോട് വ്യക്തമാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് പൊതുദർശനം വീട്ടിൽ മാത്രമായി ചുരുക്കിയിരിക്കുന്നത്. എം ടിയുടെ വിയോഗത്തിൽ അനുശോചിച്ചുകൊണ്ട് ആദരസൂചകമായി സംസ്ഥാന സർക്കാർ ഇന്നും നാളെയും തീയതികളിൽ ഔദ്യോഗികമായി ദുഃഖം ആചരിക്കുകയാണ്. 26-ന് ചേരാനിരുന്ന മന്ത്രിസഭായോഗം ഉൾപ്പെടെ എല്ലാ സർക്കാർ പരിപാടികളും മാറ്റിവെക്കുവാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം തന്നെ നിർദ്ദേശവും നൽകിയിരുന്നു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിരിക്കെ ബുധനാഴ്ച രാത്രി 10 മണിക്കായിരുന്നു എം ടി വിട പറഞ്ഞത്. ഹൃദ്രോഗവും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ 11 ദിവസമായി തീവ്ര പരിചരണ വിഭാഗത്തിൽ വിദഗ്ധ ചികിത്സയിലായിരുന്നു ഇദ്ദേഹം ഉണ്ടായിരുന്നത്. ചികിത്സയ്ക്കിടയിലുണ്ടായ ഹൃദയാഘാതം ആരോഗ്യനില കൂടുതൽ വഷളാക്കി മാറ്റി. ഇക്കഴിഞ്ഞ 1 മാസത്തോളമായി വിവിധ ആരോഗ്യ പ്രശ്നങ്ങളും എം ടിയെ അലട്ടിയിരുന്നു. ശ്വാസതടസ്സത്തെ തുടർന്ന് ഇക്കഴിഞ്ഞ 15-നാണ് എം ടിയെ ആദ്യമായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ശ്വസന, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് പുറമെ ശരീരത്തിലെ മറ്റ് അവയവങ്ങളുടെ പ്രവർത്തനവും മോശമായതാണ് എം ടിയുടെ വിയോഗത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ മരുന്നുകളോട് പ്രതികരിക്കുന്നുവെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. ഇതിനിടയിലാണ് മഹാസാഹിത്യകാരന്റെ ആരോഗ്യനില വീണ്ടും ഗുരുതരമാകുന്നതും ദേഹവിയോഗമുണ്ടാകുന്നതും. അതേസമയം തൃശൂർ ജില്ലയിലെ പുന്നയൂർകുളത്തുകാരനായ ടി നാരായണൻ നായരുടെയും പാലക്കാട്ടെ കൂടല്ലൂരുകാരിയായ അമ്മാളു അമ്മയുടെയും ഇളയ മകനായി 1933 ജൂലൈ 15-നാണ് എം ടി വാസുദേവൻ നായർ എന്ന പേരിൽ അറിയപ്പെടുന്ന മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന എം ടി ജനിക്കുന്നത്. കുടിപ്പള്ളിക്കുടത്തിൽ വിദ്യാഭ്യാസം ആരംഭിച്ച എം ടി വാസുദേവൻ നായർ തുടർന്ന് മലമക്കാവ് എലിമെന്ററി സ്കൂളിലും കുമാരനെല്ലൂർ ഹൈസ്കൂളിലും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നു. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ സാഹിത്യ ലോകത്തേക്ക് പിച്ചുവെച്ചു കയറിയ വ്യക്തി കൂടിയാണ് എം ടി. രക്തം പുരണ്ട മൺതരികൾ എന്ന ആദ്യത്തെ കഥാസമാഹാരം പുറത്തിറക്കുന്നത് വിക്ടോറിയ കോളേജിൽ ബിരുദത്തിന് പഠിക്കുമ്പോഴാണ്. മാതൃഭൂമിയിൽ ജോലി ലഭിച്ചതോടെയാണ് എം ടി കോഴിക്കോട്ടേക്ക് താമസം മാറുന്നത്. എഴുത്തുകാരൻ എന്നതിലുപരിയായി ഒരു ബഹുമുഖ പ്രതിഭ തന്നെയായിരുന്നു എം ടി വാസുദേവൻ നായർ.
ജ്ഞാനപീഠം, പത്മഭൂഷൺ, JC ദാനിയേൽ പുരസ്കാരം എന്നിവയ്ക്ക് പുറമെ കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകളും നിരവധി തവണ ദേശീയ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും MT തേടിയെത്തി. മലയാളിക്ക് മുന്നിൽ വിസ്മയം തീർത്ത കഥയുടെ സർഗവസന്തം തീർത്ത ഇതിഹാസ എഴുത്തുകാരൻ തന്നെയായിരുന്നു MT. അനശ്വരമായ കഥകളും അവിസ്മരണീയമായ സിനിമകളും മലയാളിക്ക് MT സമ്മാനിച്ചു. സിനിമാ, സാഹിത്യ, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സഹപ്രവർത്തകരും വായനക്കാരും സിനിമാ പ്രേക്ഷകരും ആരാധകരും അടക്കം അനേകായിരങ്ങൾ MT അനുസ്മരിക്കുകയാണ് കലാകാരന്റെ വേർപാടിൽ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.